പാടി മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എന്റെ പൊന്നു നന്ദിനി, താൻ ഇതൊന്നും കാണുന്നില്ലേ? എന്തിനാ സർ ഈ പാവത്തിനെ കളിയാക്കുന്ന? പാവോ ഇയാളോ? എന്റെ നന്ദിനി, ഇതൊക്കെ കയ്യിലിരിപ്പിന് ദൈവം കൊടുത്തതാ. ഇനി ചിലപ്പോ മുഴുവൻ ശബ്ദം പോവും. അറിയാ, ഒന്നുകൂടെ പാടി പാട്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാട് പാടിക്കേ. ഒന്ന് പോളിയാ. ഞാൻ വിജയ് ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. എങ്ങോട്ട്? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേമറന്നൊന്നും ചെയ്തുകൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ സർ ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരാളുടെ ശബ്ദം മാറുന്ന ചെറിയ കാര്യമാണോ? എന്നിട്ട് അതിങ്ങനെ ആരെങ്കിലും ആഘോഷിക്കോ? എടോ, ആ ശബ്ദം കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. അല്ലാതെ ഇങ്ങനെ പാല് കുടിച്ച ആണിന്റെ ശബ്ദം പെണ്ണിന്റെ ശബ്ദമായി മാറാൻ എന്താ അതിലെന്താ മാന്ത്രികത വല്ലതും ഉണ്ടോ? എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു സത്യം പറയാം. ശരിക്കും പറഞ്ഞ വിജയ സാറിന് ഇപ്പോഴാ ശബ്ദം ഓക്കെ ആയത്. അല്ല, ആണുങ്ങളുടെ ശബ്ദം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് അങ്ങേരെ കൊണ്ട് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. യു ആർ റൈറ്റ് രാജേട്ടാ, താനാണ് ശരി കേട്ടാ. അളിയന് ആണിന്റെ ശബ്ദം ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കട്ടെ. എന്തായാലും ഈ വീടിനകത്തൊരു എന്റർടൈൻമെന്റ് ആവും അല്ലേ? അതെ അതെ അതെ. പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. അയ്യോ അയ്യോ അമ്മോ, എന്തിനു? അയ്യോ, എന്റെ വയറ് വേദനിക്കുന്നു. കണ്ടു ചേച്ചി, ദേ ഈ കിടപ്പും ബഹളമൊക്കെ അവള് നടത്തേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് വിജയേട്ടൻ എന്തിനാ ഇങ്ങനെ ചാടി വീണത്? ഇങ്ങനെ ഇത് കഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജന്മത്തെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപം ഇത്. ഞാനോ? പിന്നല്ലാതെ എന്തെങ്കിലും കാര്യത്തിനൊരു ഉപകാരമുണ്ടോ? ഉപദ്രവത്തിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. ഇന്ദ്രജേ, താനേ ആദ്യം ഒരു ഡോക്ടറെ വിളിക്ക്. എന്നെ ഒന്ന് നോക്കാൻ പറ. അയ്യോ ഇന്ദ്രജേ, എന്റെ വയറിനകത്ത് എന്തോ തീ പിടിച്ചതുപോലെ. അതുണ്ടാവും. അതുപോലുള്ള സാധനം അകത്ത് ചെന്നിരിക്കുന്നത്. എന്ത് സാധനം? താൻ കരുതി കുട്ടി വല്ലതും ചെയ്തതാണോ? ഓ അല്ല, വിജയ് കിടന്ന് ബുദ്ധിമുട്ടുന്ന കണ്ട അറിഞ്ഞൂടെ എന്തോ പ്രശ്നമുണ്ടെന്ന്? ഇത് ചെറിയ പ്രശ്നമൊന്നും അല്ല ഇന്ദ്രജെ. ശരിക്കും എന്റെ ശബ്ദം പെണ്ണുങ്ങളുടെ ശബ്ദം പോലെയല്ലേ? എന്താ ഏട്ടാ? അയ്യോ, ഈ അവസ്ഥയിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോന്നറിയില്ല. എന്നാലും എന്റെ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ, പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടിയെന്നാ ഞാൻ കരുതിയത്. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞെരിച്ചേനെ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നാണം കെട്ടാലും പിന്നെ നാണക്കേടങ്ങ് ആഘോഷിക്കുക. മനുഷ്യൻ. ഇന്ദ്രജെ, നിനക്കറിയോ, നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം. പിന്നെ നമുക്കിഷ്ടം പോലെ കുട്ടികളൊക്കെ ഉണ്ടാകണം എന്നാ ഞാൻ കരുതിയത്. അയ്യോ, പക്ഷെ ഇങ്ങനെ ഇതൊരു അപകടമാവുമെന്ന് ഞാൻ കരുതിയോ? ശരി ശരി, നിർത്ത്.
ഡോക്ടറിനെ വിളിക്കാം. അല്ലെങ്കിൽ ഇതെന്തെങ്കിലും കുഴപ്പമാവുന്നാ തോന്നുന്നേ. ഇന്ദ്രജി, കൊച്ചുങ്ങൾ ഉണ്ടാകാനുള്ള മരുന്ന് കഴിച്ചതാണെന്ന് ഡോക്ടറോട് പറയാൻ നിൽക്കണ്ട. പറയാതെ പിന്നെ ഡോക്ടർ വന്നിട്ട് എന്തിനാ ചികിത്സിക്കേണ്ടത്? മിണ്ടാതിരുന്നു അവിടെ. അയ്യോ അയ്യോ. ആ ഹലോ ഡോക്ടർ. അയ്യോ വേദേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും ഇവിടെ ആരുമില്ല. പൊക്കോ, പൊക്കോ ഇവിടുന്ന്. ആ ഓക്കെ ഡോക്ടർ. Get out. അയ്യോ, എന്റെ ശബ്ദവും പോയി. അയ്യോ അമ്മ, അയ്യോ ഇന്ദ്രജി, അയ്യോ എന്റെ വയറ് വേദനിക്കുന്നു. അയ്യോ ഉയ്യോ. ചിരിച്ച് മനുഷ്യന്റെ എന്താ ഗാംഭീര്യം. നന്ദിനി, അളിയന്റെ ഗാംഭീര്യമുള്ള സൗണ്ട് കേട്ടാ. ഞാനേ ഇപ്പൊ വരാവേ. അളിയനെ കൊണ്ട് ഒരു പാട്ട് കൂടെ ഒന്ന് പഠിപ്പിച്ചിട്ട് വരാം. സർ അവിടെ നിന്ന് എന്താ സാറി കാണിക്കാൻ പോകുന്നത്? ഒരാൾക്കൊരു അപകടം പറ്റിയ ഇങ്ങനെയാണോ പെരുമാറുക? ആ ഇതിലെന്താടോ അപകടം? അങ്ങേര് ആവശ്യമില്ലാതെ എന്തോ മരുന്ന് കഴിക്കാൻ ശ്രമിച്ചു, അത് തൊണ്ടയ്ക്ക് പിടിച്ചു. ഇത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറില്ലേ? എനിക്ക് തോന്നുന്നില്ല. ചുമയോ ശബ്ദത്തിന് നേരിയ അടപ്പോ ആണെങ്കിൽ അത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ ശരിക്കും പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത്. എടോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. താ വന്നേ, നമുക്കേ കുറച്ചു നേരം പോയി അളിയന്റെ അടുത്തിരിക്കുമ്പോ അളിയന്റെ കിളിക്കുഞ്ഞിരുന്ന് കേൾക്കാലോ. വാ. സർ, ദേ, ഇനി എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. വിജയ് സാറിന്റെ ശബ്ദം പോയാലും ഇല്ലെങ്കിലും അത് അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. സാറിനെ അങ്ങോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, എങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോവാം. ആ അതാ നല്ലത്. ഞാൻ പെട്ടെന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കാം. വേണ്ട വേണ്ട, ഞാനേ പുറത്തുനിന്ന് കഴിച്ചോളാം. അതെന്താ സർ? എടോ, കൃത്യം 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇവിടെ ഇറങ്ങിയേ പറ്റൂ. അതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ആരാ പറഞ്ഞത് 15 മിനിറ്റിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലാന്ന്? ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. 15 മിനിറ്റ് കൊണ്ടോ?